നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ ബോണിയാണ്. എന്നോടൊപ്പം ഇന്നൊരു അതിഥിയുണ്ട്. അപ്പോൾ ആ അതിഥിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞേക്കാം. നമ്മളെല്ലാം വനം അല്ലെങ്കിൽ മരങ്ങൾ മുറിക്കപ്പെടുന്ന ഒരു കാലത്തിലൂടെ കടന്നുപോയാണ്. നമ്മുടെ പറമ്പുകളിലായാലും നമ്മുടെ നമ്മുടെ നാട്ടിലായാലും അല്ലേ, തെരുവുകളിലായാലും റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ടും പുതിയ പുതിയ റിയൽ എസ്റ്റേറ്റ് വികസനവുമായിട്ട് ബന്ധപ്പെട്ടും ബിൽഡിങ്ങുകൾ വരുമ്പോഴും എല്ലാം വനം മുറിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ മരങ്ങൾ മുറിക്കപ്പെടുകയാണ്. മരങ്ങൾ മുറിക്കുന്നതിനോടൊപ്പം അതിനകത്ത് പാർക്കുന്ന ഈ പക്ഷി മൃഗാദികൾ ഉൾപ്പെടെ അല്ലേ, ഒരു വീടില്ലാതാവുന്ന അവസ്ഥയും, അങ്ങനെ പച്ചപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേരളമാണ്. അവിടെയാണ് വിഭിന്നമായിട്ട് വ്യത്യസ്തമായിട്ട് ഒരു വ്യക്തി തൻ്റെ പുരയിടത്തിൽ ഒരു വനം സൃഷ്ടിക്കുകയാണ്. ഒരു മനോഹരമായ വനം, എനിക്ക് തോന്നുന്നു 2 ഏക്കറിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു സ്ഥലം. ആ സ്ഥലം വനത്തിനായിട്ട് നീക്കി വെക്കുകയാണ് വീടിനോട് ചേർന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഫൈസൽ എ. അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം അരുളുകയാണ്. നമസ്കാരം സർ. അപ്പോൾ നമുക്ക് ഈ വനം, അതാണല്ലോ സാറിന്റെ ഒരു പ്രധാനപ്പെട്ട, ഇപ്പം വനമിത്ര അവാർഡൊക്കെ കിട്ടി. ഇപ്രാവശ്യത്തെ വനമിത്ര അവാർഡ് കിട്ടി. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയില് അക്ഷയശ്രീ ഔഷധ വിഭാഗ അവാർഡും ഈ വർഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വനത്തിലോട്ട് നമുക്ക് വരാം. സാർ എങ്ങനെ ഈ വനത്തിലോട്ട് എത്തിപ്പെട്ടു? ഞാൻ വായിച്ചു സാർ ഉമ്മയുടെ ഓർമ്മയ്ക്കായിട്ട്. അപ്പൊ നമുക്ക് ആദ്യം ഉമ്മയെ കുറിച്ച് പറഞ്ഞിട്ട്, ആ ഉമ്മയാണല്ലോ എനിക്ക് ഇതിന് വഴി തെളിച്ചത്. ഉമ്മയെ ഓർമ്മിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാതൃക എന്ന് സാറ് എങ്ങനെ തീരുമാനം എടുത്തു? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. ഇപ്പൊ സൂചിപ്പിച്ചത് തന്നെ എന്റെ യാഥാർത്ഥ്യം. എന്റെ മാതാവ് ഒരു വൃക്ഷസ്നേഹിയായിരുന്നു. മാതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒത്തിരി മരങ്ങൾ വെക്കണമെന്ന് എന്നോടൊരു ശാസനാരൂപത്തിൽ പറയുമായിരുന്നു. അപ്പൊ ഞാൻ അതിനെയൊക്കെ ഒരു ആലസ്യത്തോടെ കണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ആലസ്യം ഗൗരവമായി ഞാൻ സമീപിക്കുകയും ഈ വിഷയത്തില് ആ ഉമ്മയുടെ ഓർമ്മയ്ക്ക്, മാതാവിന്റെ ഓർമ്മയ്ക്ക് ഞാൻ ആ ആഗ്രഹങ്ങളെല്ലാം ഞാൻ മരത്തിലൂടെ സാധിച്ചു കൊടുത്തു എന്ന ആത്മസംതൃപ്തിയിലൂടെ പോവുകയാണ്. ഇപ്പം ഈ റേഡിയോയിൽ പങ്കെടുക്കുമ്പോൾ, ബെൻസീർ റേഡിയോയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ഹൃദയം ഒരുപാട് നൊമ്പരങ്ങളിലൂടെ പോവുകയാണ്. നമ്മുടെ ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന ഭാഗത്ത് പണ്ട് ബെൻസീർ ഹോസ്പിറ്റലിലായിരുന്നു എന്നെ പ്രസവിച്ചത്. 1/2 നൂറ്റാണ്ടിനോളം മുമ്പ് എൻ്റെ മാതാവ് എന്നെ ജന്മം നൽകിയ സ്ഥലത്ത് തന്നെ മാതാവിൻ്റെ ഓർമ്മയിലുള്ള സംസാരത്തിന് എത്തിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നൊമ്പരത്തോടെ ആ ഓർമ്മകളിലേക്കാണ് എന്റെ മനസ്സിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. യാദൃശ്ചികമാണെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇതിന്റെ ഈ മനസ്സിലാക്കിയത്. രണ്ടും ഒരു പേരായപ്പോൾ യാദൃശ്ചികമല്ല, ചരിത്രം ഇത് കാത്തു സൂക്ഷിച്ചൊരു നിമിഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഉമ്മ കോവിഡ് വന്ന് മരിച്ചു. അപ്പോൾ അതിനുശേഷം സാർ ഇങ്ങനെ തീരുമാനം എടുക്കുകയാണ് ഒരു വനം ഉമ്മയുടെ ഓർമ്മയ്ക്കായിട്ട്. ആ കഥയൊന്ന് പറയാം. സാധാരണ പലരും വേറെ പലതൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ ഒരു വനം മാതാവിന്റെ മരണശേഷം തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതൊരു നീതി പുലർത്താത്ത വർത്തമാനമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മാതാവ് തന്നെ കുറെ വൃക്ഷങ്ങൾ അടിസ്ഥാനപരമായി അവിടെ വളർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനോടൊപ്പം ഒരു വനരൂപത്തിലേക്ക് ഞാൻ മാറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പുരാതനമായ ഒത്തിരി വൃക്ഷങ്ങൾ എൻ്റെ മാതാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ഇതൊരു വനത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ ഈ കഴിഞ്ഞ 3 വർഷമായിട്ടാണ് വന്നത്. നിലവിൽ 1415 വൃക്ഷങ്ങളാണ് ഇനം. ഓരോ ഇനത്തിനും വ്യത്യസ്ത എണ്ണം കാണും, പക്ഷെ ഇനം നോക്കുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവം വൃക്ഷങ്ങൾ. പല സംവിധാനങ്ങളും എന്നെ ഇപ്പോൾ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ അതിന്റെ കളക്ഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി അഭിമാനമുണ്ട്. നാടിനോടും സാമൂഹ്യ ബോധത്തോടും ഈ പ്രവൃത്തി ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ഈ ഉമ്മയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു അപ്പൂപ്പനും അല്ലേ വൈദ്യനായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു എന്റെ പിതാവ് ആയുർവേദ കല നിധി. അപ്പൊ നമ്മുടെ BAMS ഒരു പ്രാക്ടൂബ് അത് തോപ്പിൽ ബാസിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകള് മാതാവിലൂടെ വന്ന് ആ ഓർമ്മകൾ പാരമ്പര്യമായിട്ട് ആ വിഷയം ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും അവരുടെ ആ പൈതൃകത്തെ നീതി പുലർത്തണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. കുഞ്ഞിലബ്ബ എന്നാ പറയുന്നത്. മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യം ഈ ആയുർവേദ ബിരുദം കരസ്ഥമാക്കി അവിടുത്തെ ആദ്യത്തെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം ഇത് കണക്ക് സസ്യങ്ങളോട് വളരെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. അത് പല ചികിത്സാ രൂപങ്ങളിലും നമ്മുടെ വളർന്ന സസ്യങ്ങളിൽ തന്നെ ചെയ്യുന്ന അടയാളങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. വലിയ കാഞ്ഞിരങ്ങളിലൊക്കെ സുഷിരങ്ങളിട്ട്
വർഷങ്ങൾ, ഒരു 40-50 വർഷത്തിന് മുമ്പ് ചികിത്സിച്ച അടയാളങ്ങൾ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ അവശേഷിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പാരമ്പര്യമായിട്ട് ആ ചികിത്സാ രീതികൾ അറിഞ്ഞുകൂടാ, പക്ഷെ അവർ നടത്തിയിരുന്ന അപൂർവ ചികിത്സകളുടെ അടയാളങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ബാക്കി പത്രം അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ സസ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ സാറ് കളക്ട് ചെയ്ത സസ്യങ്ങൾ എനിക്ക് ഞാനത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു. സൈലന്റ് വാലിയിൽ നിന്ന് വരെ കൊണ്ടുവന്നു. അതെ അതെ അതെ. എന്റെ അന്വേഷണം, യാത്ര, ഇപ്പൊ നമ്മളൊരു വാഹനത്തിൽ ഞാൻ സഞ്ചരിക്കുവാണെങ്കിൽ എന്റെ നോട്ടം ഇപ്പൊ പല കാഴ്ചകളാണ്. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച്, അവരുടെ ആഗ്രഹങ്ങള്, അഭിരുചി അനുസരിച്ചാണ് നമ്മൾ ഓരോ യാത്രയെ സമീപിക്കുന്നത്. എന്റെ യാത്രകളിൽ ഞാൻ പച്ചപ്പിനെ തേടി അതിലെവിടെങ്കിലും ഒരു ചെടി ഉണ്ടെങ്കിൽ വാഹനം നിർത്തി അതിന്റെ വിത്തുകൾ ശേഖരിക്കുന്ന ഒരു പ്രവണതയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു ജീവിതത്തിന്റെ നിഖില മേഖലയും ഇതിന്റെ അന്വേഷണത്തിലേക്ക് മാറ്റിവെക്കുന്ന രീതിയിൽ ഞാൻ രൂപപ്പെട്ടു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഇതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാ? ഇപ്പൊ സൈലന്റ് വാലിയിൽ പോയി നമുക്കപ്പോ എല്ലാ സസ്യങ്ങളും കൊണ്ടുവരാൻ പറ്റത്തില്ല. എനിക്കൊന്ന് ഇവിടുത്തെ ഈ മണ്ണിന് പറ്റുന്നതല്ലേ കൊണ്ടുവരാൻ പറ്റൂ? നല്ലൊരു ചോദ്യമാണ്. ചില ചെടികൾ ചില മേഖലകളിൽ മാത്രമേ വളരത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മള് കടലോര മേഖലയില്ല, പക്ഷെ കൊല്ലം ജില്ലയ്ക്ക് മാത്രമുള്ള ഒരു സ്വത്വബോധമുണ്ട്. ചെന്തുരുണി എന്ന മരം എത്ര ശ്രമിച്ചിട്ടും അവൻ എന്നോടൊപ്പം വന്നിട്ടില്ല. അതായത് ചെന്തുരുണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയുടെ കുളത്തൂപ്പുഴ തൊട്ട് നമ്മുടെ കുറച്ച് ഭാഗത്ത്, അതായത് ഹില്ലി ഏരിയ, നമ്മുടെ കൊല്ലം ജില്ലയിൽ മാത്രമുള്ളത്. അഗസ്ത്യന്റെ താഴ്വാരം, പാലോട് ഭാഗം വരെ ഇത് വളരത്തുള്ളൂ. അവിടുന്ന് ഒരു ചെടി കൊണ്ടുവന്ന് ഒരു വർഷം വരെയൊക്കെ നിൽക്കും, പക്ഷെ അത് മുരടിച്ചു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ ചെടിക്കും ഓരോ സ്വത്വബോധമുണ്ട്. അവന്റെ കാലാവസ്ഥ, അവന്റെ സമീപനങ്ങൾ. ഇപ്പൊ നമ്മളറിയാം, നമ്മളൊരു സിനിമ തിയേറ്ററിൽ പോയാല് ചില തെങ്ങുകൾ നല്ലോണം കായ്ച്ചു നിൽക്കുന്ന കാണും. എന്നാൽ ശബ്ദം ആഗ്രഹിക്കാത്ത, ഭയങ്കര സൈലന്റ് ആഗ്രഹിക്കുന്ന ചെടികളുണ്ട്. അപ്പൊ നമ്മളെ പോലെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള സവിശേഷത, സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവരുടെ ലോകത്തുണ്ട് എന്ന് ശാസ്ത്രീയ ലോകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ സ്വഭാവത്തിന് അവരെ വെറുതെ വിട്ടുകൊണ്ട് വളർത്തിയാലേ വളരത്തുള്ളൂ. അല്ലാതെ സാങ്കേതികമായി നമ്മൾ ചെടി നടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ഓരോ സ്വഭാവ സവിശേഷതകളും പഠിച്ചുകൊണ്ട് നമ്മൾ അതിനെ സമീപിക്കണം. ഒക്കുന്ന രീതിയിൽ. എൻ്റെ ഈ 2.5 ഏക്കർ എന്ന് പറയുമ്പോൾ വലിയൊരു വിശാല ഏരിയ അല്ല, എങ്കിലും അവർക്കൊരു ചെറിയ കൂടാരങ്ങൾ ഒറ്റയായിട്ട് നൽകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഇത് പരാജയപ്പെട്ടെന്ന് പറഞ്ഞു. ഇത് സാറെ പഠിച്ചിട്ടുണ്ട്, ഇത് എന്തുകൊണ്ട് പരാജയപ്പെടുന്നു ഓരോ പ്രാവശ്യം വെക്കുമ്പോഴും? പ്രകൃതിയുടെ ആ ചോദ്യത്തിന് ഉത്തരവില്ല. അതാ അല്ല, ഞാൻ ചിലപ്പോൾ അവിടുത്തെ ഒരു മണ്ണ് കൊണ്ട് ഇവിടെ വെച്ച് ആ മണ്ണ് ശേഖരിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പ്ലാന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കിളിച്ചിട്ടില്ല. അപ്പൊ വേറെന്തോ ആണ്. അതാണ് അത് ആ പ്രാദേശിക തലത്തിലേ അത് വളരുത്. ലോകത്ത് നമുക്ക് മാത്രമുള്ള, കൊല്ലം ജില്ലയുടെ കിഴക്കൻ അതിർത്തിക്ക് മാത്രമുള്ള ഒരു ചെടിയാണ് ചെന്തുരുണി. പലയിടത്തും ഒക്കെ ഒരു 6 വർഷമൊക്കെ നിന്നിട്ടുണ്ട്, പക്ഷെ അവിടെ കിളിച്ചെങ്കിലും ഈ ഒരു പ്രകടനം, ആ രീതിയിലുള്ളൊരു വളർച്ച അവിടെ കിട്ടിയിട്ടില്ല. നമ്മൾ പടുകൂറ്റ മരങ്ങൾ നമുക്ക് നമ്മുടെ കിഴക്കൻ മേഖലയിൽ ചെന്നാൽ കാണാൻ പറ്റും, പക്ഷെ അത് വേറൊരു ജില്ലയ്ക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ എനിക്ക് ഇത് പറഞ്ഞപ്പോഴാണ് വേറെ ചോദ്യം. നമ്മള് ഈ പറഞ്ഞ നഴ്സറിയിൽ നിന്നൊക്കെ കുറെ വൃക്ഷങ്ങൾ നടാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറെ വൈദേശികമായിട്ടുള്ള വൃക്ഷങ്ങളായിരിക്കാം ഇതെല്ലാം വാങ്ങിച്ചപ്പോ നമ്മള് വനവൽക്കരണം എന്നും പറഞ്ഞ് യൂക്കാലിപ്റ്റസ് ഉൾപ്പെടെ കാറ്റാടികളൊക്കെ. ഞാനതൊരു മനസ്സിലായി. സാമൂഹ്യ വ്യവസ്ഥിതിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷെ വനവൽക്കരണം എന്നുള്ളത് സാങ്കേതികമാകരുത് എന്നുള്ളത്. അത് സന്തുലിതമായിരിക്കണം. ഇപ്പം മൈലമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്, വനത്തിന്റെ അമ്മ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. വയനാട് ജില്ല, പാലക്കാട് ജില്ലയിലാണ് ജീവിച്ചിരുന്നത്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഈ അരിക്കൊമ്പൻ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി നമ്മൾ വനത്തിനെ സമീപിച്ചു എന്നുള്ളത്. ഇപ്പം തേക്കാണെങ്കിൽ തേക്കും തോട്ടമാണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ വെക്കുന്നതല്ല. വൈജാത്യങ്ങൾ, സിക്സാഗ് മോഷന് വളർന്നു വരണം വനം. നിശബ്ദമായിരിക്കണം. നമുക്കറിയാം, അടിക്കാടുകൾ മൊത്തം നമ്മൾ ഏലകൃഷിക്ക് മാറ്റി കൊടുത്തിട്ട് അത് വനമാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശേഷിപ്പിക്കാനൊക്കത്തില്ല. അത് കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് ആ വനത്തിന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവിക രീതിയിൽ അതിനെ രൂപപ്പെടുത്തേണ്ടത് വനം തന്നെ. മനുഷ്യന്റെ സ്പർശനമേറ്റുകൊണ്ട് വളരുന്ന വനം സ്വാഭാവിക വനമല്ല. അത് നമ്മളീ പറയുന്ന പോലെ സാങ്കേതികമായ വനങ്ങളാണ്. അവിടെ ഈ ജൈവ വൈവിധ്യം രൂപപ്പെടുന്നത് വളരെ പ്രയാസകരമായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ
സാറിന്റെ വനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് അപൂർവ ഇനം ഒത്തിരി മരങ്ങളുണ്ട്. ഇപ്പൊ അണലി അല്ലെ, അണലിയുടെ വിഷം ചേർക്കുന്ന അല്ലെങ്കിൽ പേപ്പട്ടിയുടെ വിഷം, അത് ഞാൻ പറഞ്ഞല്ലോ, എലിഫന്റ് ആപ്പിൾ, അങ്ങനെ പലതും ഈ വായിച്ചത്. വിഷയത്തിൽ ചിലർ പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ഞാൻ ഈ പറയുമ്പോൾ ഇത് അവസാന വാക്ക്. ഇപ്പൊ നമ്മളിപ്പോ പുതിയ നവമാധ്യമങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന വർത്താനം ചരിത്രത്തിലേക്ക് കയറുക. നമ്മുടെ ഈ വർത്താനം സൂക്ഷിച്ചു വെച്ചിട്ട് നാളെ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഒരു ഫ്രോക്ലോഗ് കാഴ്ചപ്പാടുണ്ട്. അണലി വേഗം എന്നുള്ളത് അണലി വരുത്തില്ല എന്നുള്ളത്. അതിന്റെ ശാസ്ത്രീയത തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ പല നമ്മള് വനവാസികളും ഈ കാട്ടിലേക്ക് പോകുമ്പോൾ അണലി ഇത് സൂക്ഷിച്ചു വെക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷെ എന്റെ ഈ വനത്തില് അണലി വന്നിട്ടില്ല. അണലി അത് അനുഭവ സാക്ഷി കൊണ്ട് അത് ശരിയാകണമെന്നില്ല. അതിന്റെ ആധികാരികതയെ ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. പക്ഷെ അണലി വന്നിട്ടില്ല. അതുപോലെ കയ്പ നരച്ചി ഒടികാൽഞ്ഞുണ്ടെന്ന് പറയുന്ന 2 ചെടികളുണ്ട്. ഈ 2 മൂർഖം വരുത്തില്ല എന്ന് പറഞ്ഞു. ഈ 2 ചെടികളും വന്നിട്ടില്ല. ഇനി അവിടെ മറുചോദ്യമുണ്ട്. ഒരിക്കലും വിവേകമില്ലാത്തൊരു ജീവിയല്ല പാമ്പ്. ഒരു പേപ്പട്ടി വന്ന് നമ്മളെ കടിക്കുന്ന പോലെ നമ്മൾ കേരളത്തിൽ പാമ്പ് കടി ഏറ്റു മരിച്ചിട്ടുള്ള എല്ലാ അനുഭവങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു സവിശേഷതയുണ്ട്. ആ ദിവസം ആ വീട്ടിൽ ഒരു JCB ഇറങ്ങിയോ, ആ നാട്ടിലെ കുറ്റിക്കാട് വെട്ടിത്തെളിച്ച ദിവസമായിരിക്കും. നിക്കപ്പുറതി ഇല്ലാതെ അവൻ അല്ല നമ്മുടെ അയ്യത്തോട്ട് നമ്മുടെ വീടിലേക്ക് കയറി വരും. അവന് സുരക്ഷയുണ്ടെങ്കിൽ ഒരിക്കലും പാമ്പ് നമ്മളെ ആക്രമിക്കത്തില്ല. നമ്മൾ അണലിവേഗം വെച്ച് അല്ലെങ്കിൽ കയ്പനരച്ച് വെച്ച് പ്രതിരോധിക്കുന്നതിനേക്കാൾ ഉപരി അതിനൊരു ഇരിപ്പിടം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് വന്ന് ആക്രമിക്കാത്ത ഒരു ജീവിയെ മാത്രമല്ല, എലികളെ പോലെയുള്ള നമ്മുടെ ഈ ചാക്രിയ സ്വഭാവം നമ്മള് കാത്തു സൂക്ഷിക്കുന്ന ഒരു ജീവിയാണ് പാമ്പ്. പാമ്പിനെ നശിപ്പിക്കുക എന്നതിലുപരി അതിന് ഒരിക്കലും ഒരു കാവുള്ള വീട്ടില്, ഒരു വനമുള്ള വീട്ടിൽ ഒരാള് റയറസ്റ്റ് ഓഫ് ദ റയറാ മരിച്ചിട്ടുള്ളത്. അപ്പൊ അതിനിരിപ്പടം ഉണ്ടെങ്കിൽ ഒരിക്കലും, കൂടുതലും നഗരവൽക്കരിക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് നമ്മള് ഇപ്പൊ കൊല്ലത്തിന്റെ ഫാത്തിമ കോളേജിന്റെ ആ പരിസരത്ത് ഒരുപാട് അണലികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു വനപ്രദേശത്ത് പോയാൽ നമുക്കത് കാണാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം അതിന് ഇരിപ്പിടം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങോട്ട് വന്ന് മനുഷ്യനേക്കാൾ വിവേകമുള്ള ഒരു ജീവിയാണ് പാമ്പെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ അത് പറയുമ്പോഴാണ് ഈ കാവ് അല്ലെ, ചിലപ്പോൾ മനുഷ്യര് അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അല്ലെ ഓരോ കുടുംബങ്ങളും ചേർത്ത് അത് എല്ലാ നമ്മുടെ സംസ്റ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടിലും ഉപരിയായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ജൈന ബുദ്ധ സങ്കല്പങ്ങളിൽ അവിടുന്ന് ഇത് രൂപപ്പെടുന്നത് കാവും കുളവും അവര് സംരക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് ഈ നമ്മുടെ ഈ സെമിസ്റ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടിലും തീർച്ചയായും മരങ്ങളെ ചേർത്ത് വെച്ചതായിരുന്നു. ഈ മതദർശനങ്ങൾ പൂർണ്ണമായും ഇതിനെ കൂടുതൽ ചേർത്ത് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ശേഷി ഭാരതീയ സംസ്കാരത്തിൽ ബുദ്ധമതവും ജൈനമതവും അവര് വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ നിർത്തിയത് ഇതൊക്കെ മുൻകാലങ്ങളിലെ കണ്ടുകൊണ്ട്. പവിത്ര മരങ്ങളൊന്നും നോക്കിക്കേ, അതെല്ലാം ഔഷധങ്ങളുടെ മരങ്ങളായിരിക്കും. വളരെ പരമപ്രധാനമായ മതങ്ങൾ പവിത്രത നൽകിയിട്ടുള്ള ഒരു സംസ്കാരം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു പോസിറ്റീവ് വശമായിട്ട് തന്നെ നമ്മൾ അതിനെ കാണണം. അതാണല്ലോ. അപ്പോൾ നമ്മള് ഈ പറഞ്ഞ ഈ ആനയെ വശീകരിക്കുന്ന എന്തോ ആപ്പിൾ അല്ലെ, മനസ്സിലായി. അതെനിക്ക് ഭയങ്കര കൗതുകമായി. അത് ഞാൻ അന്ന് പത്രരോട് പറഞ്ഞ ഒരു ഇന്റർവ്യൂല് അങ്ങനെ പറഞ്ഞ് പത്രത്തിൽ എഴുതി വന്നപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള അധികാരം എനിക്കില്ലല്ലോ. എലിഫന്റ് ആപ്പിൾ എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ആന കഴിച്ചാൽ അത് മയങ്ങും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ഒരു ടങ് സ്ലിപ്പിംഗ് അതിനകത്ത് ഉണ്ടായിട്ടില്ല. മറിച്ച് അത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ആഫ്രിക്കയിൽ നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ കയറി നോക്കിയാലുണ്ട്, ആടിയാടി പോകുന്ന ഒരു രംഗം കാണുന്നുണ്ട്. അതേപോലെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോ കുരങ്ങന് ആനയ്ക്കൊക്കെ ഒരു ചെറിയ മന്ദത അനുഭവപ്പെടും. അല്ലാതെ ആനയുടെ അതാ എലിഫന്റ് ആപ്പിൾ എന്ന് ആനയ്ക്ക് ഭയങ്കര പ്രീതിയായിരിക്കും. ഇപ്പൊ നമ്മൾ മദ്യപാനത്തിന്റെ കൂട്ട് ഇതൊന്ന് കഴിച്ചാൽ വീണ്ടും കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ആനയ്ക്ക് വരും. ഒപ്പം തന്നെ ഒരു സന്തുലിതാവസ്ഥ അതിൽ തെറ്റുകയും ചെയ്യും. അതാണ് അതിന് എലിഫന്റ് ആപ്പിൾ എന്നുള്ള പേര് വേണം. അതിന് പച്ചക്കരിക്കുമ്പോ നമ്മുടെ സബ്രജില്ലിയുടെ കൂട്ട് അച്ചാറിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. നല്ല ഭക്ഷണമാണ്. അതങ്ങനെ വ്യത്യസ്തമായ ഒത്തിരി സസ്യങ്ങൾ ഈ പറഞ്ഞ ബാംബുവിന്റെ കാര്യം അതിനകത്ത് ഒത്തിരി 26 ഇനം ബാംബു. ഈ ബാംബുവിന്റെ പ്രത്യേകത നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഏറ്റവും അനിവാര്യമായ ഒരു ചെടിയാണ്.
നമ്മൾ ഈ ബാമ്പു കൊടുത്ത് നമ്മുടെ നാട്ടിൽ വളരെ കല്ലമുള എന്ന് പറഞ്ഞൊരു സാധനമാണ്. യഥാർത്ഥത്തിൽ കല്ലമുള ആവശ്യമുള്ള ഒരു സാധനമാണ്. പക്ഷെ അത് നമ്മുടെ ഭൂമിയിലേക്ക് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശല്യങ്ങൾ, നമ്മൾ പിള്ളേരൊക്കെ പോകുമ്പോൾ മുഖത്തടിക്കുക, അങ്ങനെ വരുമ്പോൾ ഈ പ്രായമായവർ പണ്ടേ അത് ഉപേക്ഷിക്കാൻ പ്രേരിതമാക്കും. എന്നാൽ വ്യത്യസ്ത സ്വഭാവമുള്ള ബാമ്പുകളുണ്ട്. ആ ബാമ്പുകൾ വളർത്തിയ മനോഹരമാണ് എന്നതിലുപരി ഈ പുതിയ തലമുറയ്ക്കോ പഴയ തലമുറയ്ക്കോ അറിയായിരിക്കും, അപൂർവമായ ബാമ്പുണ്ട്. അത്ഭുതങ്ങളുടെ ലോകമാണ്. കറുത്ത ബാമ്പുണ്ട്, മധുരമുള്ള ബാമ്പു, നമ്മുടെ കരിമ്പ് പോലത്തെ ബാമ്പുണ്ട്, അതുപോലെ വ്യത്യസ്ത ലാത്തിമുള, അങ്ങനെ പേരെല്ലാം നമുക്ക് പറയാൻ പല രീതിയിലുള്ള ബാമ്പുകൾ. ഈ ബാമ്പു വരുന്നിടത്ത് ഒരിക്കലും ഭൂഗർഭജലം പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സവിശേഷത. ബാഷ്പീകരിച്ചു ഈ സർഫസ് ടെൻഷൻ അനുസരിച്ച് ഭൂമിയിൽ നിന്ന് വെള്ളം വന്ന് പുറത്തു പോയി ബാഷ്പീകരിച്ചു പോവുക. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരു ലെയർ രൂപപ്പെടും. ഈ ബാമ്പു ഉള്ളിടത്ത് ആ ചെടിയുടെ വേര് നമ്മൾ പൊട്ടിച്ചു നോക്കുകയാണെങ്കിൽ എത്ര ഉണക്ക് സമയത്തും നനവ് അനുഭവപ്പെടും. പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുവാണ്. അത് ആധുനിക സംസ്കാരത്തില് നമ്മൾ JCB ഉപയോഗിച്ച് തകർത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, വേണ്ടടോ. ദൈവം തന്നെ പറയുക, ഈ ഭൂമിയില് ഇതിനെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ഭൂമി ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ് ഈ ബാമ്പുവിന്റെ അത്ഭുത ലോകമാണ്. നമ്മൾ വിചിത്ര ലോകം എന്ന് പറയും. അതിന് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതിന്റെ പഠനങ്ങൾ നടക്കണം. നമ്മൾ ഇതെല്ലാം പഴയ പ്രാക് രൂപങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ഫോക്ക് ലോക അറിവ് എന്നതിൽ ഇതിനെ ഏകീകരിപ്പിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഈ കഴിഞ്ഞ 39 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടുള്ളപ്പോൾ എനിക്ക് 31 മേളിൽ വന്നിട്ടില്ല എന്റെ വീട്ടിൽ. മറിച്ച് അന്ന് ഞാൻ നോക്കിയപ്പോഴും ഈ നനവ് അനുഭവപ്പെട്ട അനുഭവം ഞാൻ നേരിട്ട് കണ്ട ഒരാൾ. അപ്പൊ ആ അർത്ഥത്തില് 26 ടൈപ്പ് എന്റെ കയ്യിൽ ഉള്ളു. നമ്മൾ ആ സംവിധാനം കൂടുതൽ വിപുലപ്പെടുത്തണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹം. ഈ ബാമ്പുവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വേറെ 2 ചോദ്യം കൊണ്ട് ചോദിക്കും. ബാമ്പുവിന്റെ അല്ലെ അരി എടുത്തിട്ട് എനിക്കൊന്ന് നമ്മൾ ഭക്ഷ്യയോഗ്യമാണ്, പുട്ടുണ്ടാക്കി അങ്ങനെ വയനാട് ചെല്ലാമെങ്കിൽ നമുക്ക് ഈ വഴിയോരത്തിൽ തന്നെ ലഭ്യമാകും. ഗോതമ്പിന്റെ കുട്ടി അത് പായസം വെച്ച് കുടിക്കാം, നമുക്ക് പുട്ടുണ്ടാക്കാം. പക്ഷെ ഒരു വട്ടം ഈ മുള പൂത്ത് കഴിഞ്ഞാൽ നശിച്ചു പോകും. കുടപ്പന എന്ന് പറഞ്ഞൊരു ഒരു പനയുണ്ട്, അതും ഇതുപോലെ ഒന്ന് പൂത്ത് കഴിഞ്ഞാൽ നശിച്ചു പോകും. നമ്മൾ ഈ കാണുന്ന മുള ഒരു 30 വർഷമാകുമ്പോൾ പൂക്കും. പൂത്ത് കഴിയുമ്പോൾ ഈ അരി നമ്മൾ ശേഖരിച്ചിട്ട് നമുക്ക് വയനാടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ഈ അരി ഗോതമ്പ് പോലെ എല്ലാ ഉപയോഗത്തിനും അത് ചെയ്യാൻ പറ്റും. അവരത് ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ രുചികരവുമാണ് അല്ലെ? ഭയങ്കര രുചികരം അത്. അപ്പൊ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ഈ എലി ശല്യം കൂടാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ ഞാൻ ഒരിക്കലും നമ്മൾ കടലോര മേഖല എന്നുകൊണ്ട് മലയോര മേഖല വരെ നമ്മൾ പരിഹസിക്കാൻ പാടില്ല. പക്ഷെ കർഷക അവകാശങ്ങൾ ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും വനത്തിന്റെ സ്വകാര്യതയെ കടന്നുകയറ്റോ ആവരുത്. നമ്മൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ അസന്തുലിതമായ വനവൽക്കരണവും ഈ കാർഷിക വിളകളുടെ വർധനവും മൂലം ഈ വനത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പുലിയും കടുവായും ഉള്ള സമയത്ത് കാട്ടുപന്നി നാട്ടിൽ ഇറങ്ങത്തില്ലായിരുന്നു. അതിന്റെ ഭക്ഷണം വരുന്നത് ഈ എലി വന്നിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അതേപോലെ പാമ്പ് വളരും. അത് തന്നെ ഒരു ലേശാലിയർ തത്വം എന്ന് കെമിസ്ട്രി രസതന്ത്രത്തിൽ ഒരു നിയമമുണ്ട്. അതിന്റെ സന്തുലിതാവസ്ഥ തകരുമ്പോൾ ആ സന്തുലിതാവസ്ഥ തിരിച്ചു പിടിക്കാൻ പ്രകൃതിക്ക് അറിയാം. ഒരാൾ കൂടുമ്പോൾ ആ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്ന മനുഷ്യന്റെ ഇടപെടലാണ്. അപ്പൊ ആ അർത്ഥത്തില് നമ്മള് ഈ വനത്തിൽ എലി വർദ്ധിച്ചാൽ പാമ്പ് സ്വാഭാവികമായിട്ട് വർദ്ധിച്ചു. അല്ല, പൊതുവെ ഈ മുള വെക്കുന്നതിൽ എതിരായിട്ട് പറയുന്ന ഒരു മാത്രം വെക്കുന്നുണ്ട് ഈ പാമ്പ് വരും. അതുകൊണ്ട് ഞാൻ പല വീടുകളിലും മുള വെക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇതും ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ല. സന്തുലിതാവസ്ഥയാണ്, പ്രകൃതി ചാക്രിയമാണ്. ഒരാൾ വർദ്ധിച്ചാൽ മറ്റാൾ കൂടും. പുലിയും കടുവായും നമ്മൾ വെടിവെച്ച് കൊല്ലുന്നു. പുലിയും കടുവായും ഉള്ള സമയത്ത് ഈ കാട്ടുപന്നി നാട്ടിലേക്ക് വന്നില്ല, അതിന്റെ ഭക്ഷണം വരുന്നത്. അപ്പൊ ഇപ്പം നമ്മൾക്ക് ചെന്ന ഒരു ഇടനാട് ഭാഗത്തേശ് ഒരു പുനലൂരിന് കിഴക്കുള്ള ഭാഗങ്ങള് ഈ ടോപ്പ് മേഖലയല്ല ചെല്ലാമെങ്കിൽ നമുക്കറിയാം ഈ റോഡിൽ കൂടെ കാട്ടുപന്നികൾ പോകുന്ന അവസ്ഥാവിശേഷമുണ്ട്. ഒരു 50 വർഷത്തിന് മുമ്പ് ഒരിക്കലും നമുക്കത് കാണാൻ പറ്റത്തില്ലായിരുന്നു. അതിനെ പിടിച്ചു തിന്നാൻ പുലിയും കടുവായും ആവശ്യത്തിലേറെ കാട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്ന് നമ്മുടെ സാറിന്റെ അപൂർവ ഇനം സസ്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതിന്റെ പേര് കുറച്ചെങ്കിലും ഒരുപാടുണ്ട്. എനിക്ക് ഏറ്റവും എനിക്കൊന്ന് ശ്രോതാക്കൾക്ക് പ്രേക്ഷകർക്ക് ഒരു അറിവിന് വേണ്ടി 1400 ചെടികളും നമ്മൾ പറഞ്ഞല്ലോ ഈ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. റെഡ് ലിസ്റ്റ് ഏറ്റവും എൻഡേഞ്ചർ ആയിട്ട് സ്പീഷീസ്, ആ സ്പീഷീസിലുള്ളത് തെരഞ്ഞു പിടിച്ച് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വംശനാശം സംഭവിച്ചു എന്ന് ഉറപ്പിച്ച ചെടികൾ.
ഇപ്പൊ ഉദാഹരണം പറഞ്ഞ കൊളവെട്ടി എന്ന് പറയുന്ന മരം, അതിന് ഗുണമില്ല. അത് നമ്മളെല്ലാം മോണിറ്ററി ബെനിഫിറ്റിൽ നമ്മൾ അതിനെ സമീപിക്കരുത്. അത് വെച്ചുകൊണ്ട് നമുക്കൊരു സാമ്പത്തിക നേട്ടം വരത്തില്ല. പക്ഷെ അത് മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. ലോകത്ത് 200 ചെടിയിലേക്ക് കുളവെട്ടി കുറഞ്ഞു. അപ്പൊ ഞാൻ കുളവെട്ടി വെച്ച് പിടിപ്പിച്ചു. പിന്നെ ഞാൻ അത് പറഞ്ഞപ്പോൾ സാർ വെച്ച് പിടിപ്പിച്ചു, ഇത് എവിടുന്ന് കിട്ടി? അതൊരു ചോദ്യമാണ്. അതാണ് അന്വേഷണം എന്ന് പറയുന്നത്. അതെങ്ങനെ, അതായത് സോഴ്സ് എവിടെയായിരുന്നു? അതിന്റെ അന്വേഷണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പം അവിടുത്തെ നഗരസഭ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ സഹായങ്ങൾ എനിക്ക് അതിനകത്തുണ്ടായിരുന്നു. അവരെ എയർലയറിങ് ചെയ്ത് എനിക്ക് തന്നു. ഇത് കലശമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഇതുള്ളായിരുന്നു. അപ്പൊ അവിടുത്തെ കുറെ NGOസിനെയും ഒപ്പം തന്നെ ഈ എൻ്റെ കൂടെ സഹപ്രവർത്തകരായി ആ പ്രദേശങ്ങളിൽ ജോലി ചെയ്തവരെയും ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒക്കെ സഹായത്തോടെ നമ്മളിത് പിന്നെ എയർലയറിങ് നടത്തി 7 എണ്ണം കൊണ്ടുവന്ന് 6 എണ്ണവും കിളിച്ച് അതിൽ 1 എണ്ണം പടുവൃക്ഷമായിട്ട് മാറി. അപ്പൊ ഈ കലശമലയേക്കാൾ എന്റെ വനത്തിന്, എന്റെ മാതാവിന്റെ ഒരു തങ്കവനായിരുന്നു, തങ്കവനം എന്നാണ് ഇട്ടിരിക്കുന്നത്. തങ്കവനം ചിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ സൈലന്റ് വാലി മാത്രമുള്ള വെടിപ്ലാവ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ സിംഹവാലം കുരങ്ങിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചക്കയാണത്. അതിന്റെ പ്രത്യേകത, ഒരു ചക്കയും കായ്ക്കാത്തപ്പോഴേ ഇത് കായ്ക്കത്തുള്ളൂ. സംഭവം മനസ്സിലായില്ല. അപ്പൊ അതിന് ഈ ചില മഴ സമയത്തൊക്കെ ഈ നമ്മുടെ ഫലങ്ങളുടെ കുറവ് വരുന്ന സമയം, പക്ഷെ ആ ടൈമിലാ ഇവൻ പിടിക്കുന്നത്. ഇവന്റെ ഒരു പ്രത്യേകത, സൈലന്റ് വാലി എന്ന് പറയുമ്പോ എന്താ അർത്ഥമെന്ന്, നിശബ്ദത ആഗ്രഹിക്കുന്നു. ഒരു നിശബ്ദതയിലാ അവൻ വളരുന്നത്. അത് കൊണ്ടുവന്നത് തന്നെ ഞാൻ സൈലന്റ് വാലിയിൽ നിന്ന് ഇത് നാട്ടിലേക്ക് എത്തിച്ചേക്ക ഒരു ചരിത്രം. അന്ന് എനിക്ക് ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. ആ തിരക്കിലും ഒരു 12-14 മണിക്കൂർ ഞാനിത് താങ്ങി നിന്നു. ആ തിരക്ക് ഞാൻ അനുഭവപ്പെടുന്നില്ല, പക്ഷെ എന്റെ കയ്യിലിരിക്കുന്നത് എന്റെ ഒരു സ്വപ്നമാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെ വളർത്തിയെടുത്ത ഒരുപാട് ചുവന്ന അകില്, പിന്നെ നെപ്പാന്തസ് എന്ന് പറഞ്ഞ എരപിടിയൻ സസ്യമുണ്ട്. ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തിനൊരു പിന്നെ നെപ്പാന്തസ് വന്നാൽ നമ്മൾ കൊണ്ട് വളവിട്ട് ഒരിക്കലും അത് കിളിക്കത്തില്ല. അതിന് നൈട്രജൻ കുറവ് മതി. അത് നൈട്രജൻ പിടിക്കുന്നത് ഇരയെ പിടിച്ചിട്ടോ. അപ്പൊ നൈട്രജൻ ഈ മണ്ണിൽ നിന്ന് കിട്ടിയില്ലെങ്കിലേ ഇവനിൽ അതിന്റെ ഇത് വരുത്തോളൂ. അപ്പൊ ഞാൻ ഇത് കൊണ്ടുവന്ന വഴിയെ ചാണാനൊക്കെ ഇട്ട് ഇതിനെ കിളിപ്പിക്കാൻ നോക്കി, പക്ഷെ ചെടി കിളിക്കുന്നുണ്ട്, ഇതിന്റെ ഈ ഇരപിടിയം ഭാഗങ്ങള് അവയവം രൂപപ്പെടുന്നില്ല. അപ്പൊ ഞാൻ ഇതിനെ പഠിച്ചപ്പോഴാ ഇര പിടിക്കുന്നത് ഇത് നൈട്രജൻ കുറയുമ്പോൾ ഈ അന്തരീക്ഷത്തിലെ ജീവികളെ പിടിക്കുന്നത്. കാരണം താഴേന്ന് നൈട്രജൻ വന്നാൽ ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മളിത് നോക്കുമ്പോഴും ഈ പൂർവ്വകാലത്തിന്റെ കൂട്ട അഭിരുചി നമ്മുടെ സമൂഹത്തിലില്ല. ഇപ്പൊ നമ്മളിത് ആരെ ആശ്രയിക്കും ഈ ചെടികൾ പഠിക്കാൻ? ഇത് ഞാനൊരു സാമൂഹിക വ്യവസ്ഥിതിയെ വിമർശിക്കുവല്ല, ഇത് അറിയുന്ന ഒരു സാങ്കേതികമായി, ഇപ്പം ആയുർവേദം പഠിച്ചാലും പിന്നെ മറ്റേത് വകുപ്പ് പഠിച്ചാലും സാങ്കേതികമായി അത് അവർ പഠിക്കുന്നുണ്ട്. ആഴങ്ങളിൽ അനുഭവം ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്. ചെടി തിരിച്ചറിയാൻ നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര PG ഉള്ളവരൊക്കെ ചെന്നാലും ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല. അപ്പൊ ഇതറിയുന്ന ഒരു ഫോക്ലോക്ക് സംവിധാനമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പുതിയ സംവിധാനങ്ങൾ നമ്മൾ രൂപപ്പെടുത്തണം. ആ രൂപപ്പെടുത്തുന്നതിനകത്തു നിന്നാണ് നമ്മൾ കുറെയൊക്കെ പഠിക്കുന്നത്. തീർച്ചയായും ലേമാൻ ആൾക്കാർ, റാങ്ക് ആൻഡ് ഫയൽ ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് നമുക്കിത് കൂടുതലും കിട്ടുന്നത്. അവരുടെ അറിവുകള് നമ്മൾ ഒരു ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. അതിനുള്ള സാമൂഹിക സംവിധാനങ്ങൾ എല്ലാവരും രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ചെടികളുടെ കാര്യം ഇതെല്ലാം ഇപ്പൊ സാർ പറയുന്ന ഇപ്പൊ ലിസ്റ്റ് പറഞ്ഞപ്പോൾ കുറച്ച് പറഞ്ഞപ്പോ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു അഡ്വഞ്ചർ ഉണ്ട് അല്ലെ, സാഹസികതയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അന്വേഷിച്ചു പോവുക എന്നുള്ള അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് കഥ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹമുള്ളതിലേക്ക് തിരിച്ചു പോകാൻ ഈ മനസ്സ് തന്നെ രൂപപ്പെടും. ഇപ്പൊ പാട്ട് പഠിക്കുന്ന ആള് എവിടെ പോയാലും അവനൊരു സ്വരം, ഈ മേളകർത്ത രാഗത്തില് ഏത് രാഗത്തിലില്ല പാട്ടെന്നായിരിക്കും അവൻ ചിന്തിക്കുന്നത്. ഇപ്പൊ ചില രാഗങ്ങളില്ലാത്ത പാട്ടുകളുണ്ട്, സ്വരങ്ങൾ ഇട്ട് കൊടുക്കും, എന്നാലും അവന് അതുമായിട്ട് സാദൃശ്യമുള്ള ഏതാ. ഇപ്പൊ യാത്രയിലും ഒരാൾ നിശബ്ദമായിട്ട് നമ്മളൊരിടത്ത് ഇരിക്കുമായിരിക്കും, അവന്റെ ചിന്ത മൊത്തം അതായിരിക്കും. എന്ന് പറയുന്നല്ലോ, ജീവിതത്തിൽ നമ്മൾ അഭിരുചി നേടിക്കഴിയുന്ന ഒരു മേഖല ഉണ്ടെങ്കിൽ, പിന്നെ നമ്മൾ ആഗ്രഹിച്ച മരങ്ങൾ ഉണ്ടെങ്കിൽ പ്രകൃതി നമുക്ക് തിരിച്ചു കൊണ്ടുവരും, അതിന്റെ വഴി കാണിച്ചു തരും. അതൊരു ആത്മീയതയോ ഒരു എക്സാജറേറ്റ് ചെയ്ത കഥയായിട്ട് പറയില്ല. ഞാൻ എവിടെങ്കിലും ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് വിളിയെത്തും, ഇന്നെടുത്തതുണ്ട്, അത് ഞാൻ തരാം എന്ന് പറയുന്ന അപരിചിതരായ ആൾക്കാരെ യാദൃശികമായി കണ്ടുമുട്ടു എന്നുള്ളത്. ഒരു 20-30 ദിവസിക്കാതെ നമുക്ക് ആ മരം കിട്ടി. നിയോഗം, അത് ചരിത്രമാണ്. ഞാനൊരു ഏകപക്ഷമായ ആത്മീയതയെ പ്രോത്സാഹിപ്പിച്ച് പറയുമല്ല, പ്രകൃതിക്ക് ഒരു ആത്മീയതയുണ്ട്, അത് തിരിച്ചു നമുക്ക് കൊണ്ടുതരും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഗ്രൂപ്പുകൾ അങ്ങനെ ഇത് വനമായിട്ട് ഞാൻ ചെടി വാങ്ങിച്ചിട്ടുള്ളൂ. ഇപ്പൊ നമ്മളൊരു ചെടിക്കടയിലേക്ക് ചെന്നാൽ നമ്മൾ ചോദിക്കുവോ ഇന്ന ചെടി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയാൾക്ക് അത് അപരിചിതനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറൊരു ചെടി എടുത്ത് നമുക്ക് ഇതാണെന്ന് പറഞ്ഞ് തന്നിരിക്കും. സംഭവം മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ പണം കൊടുത്ത് വാങ്ങുന്ന കടകളെ പൂർണ്ണമായും വിശ്വസിക്കാനൊക്കെ. ഇപ്പൊ അണലിവേഗം അണലിവേഗം എന്ന് പറഞ്ഞാൽ അണലിവേഗം നമുക്ക് മനസ്സിലാകാത്ത ചെടിയാണെന്ന് അറിഞ്ഞാൽ അവര് അവിടെ ഇരിക്കുന്ന വേറൊരു ചെടിയോ അല്ലെങ്കിൽ അതുമായിട്ട് സാദൃശ്യമുള്ള ഒരു ചെടിയോ എടുത്തിട്ട് ഒരു ചെടി തന്നെ 7 സ്ഥാപനങ്ങളിൽ നിന്ന് 7 ഒരേ പേരുള്ള 7 ചെടികളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്തോ ഇതിൽ ഒരെണ്ണേ ഉള്ളു ഒറിജിനൽ. നമ്മളൊരു ചെടി ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് അതിനെ പഠിക്കുക എന്നുള്ളത്. പിന്നെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വളരെ എല്ലാവരും മോണിറ്ററി, ഞാൻ ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നെങ്കിലും വളരെ അപൂർവമായിട്ട് എനിക്ക് ഈ എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട്. അത് ഇതുപോലെ വളരെ ഒരു ഭ്രാന്തമായ ആവശ്യത്തിലൂടെ ഇരിക്കുന്ന ചില NGOsകളുണ്ട്, ചില വ്യക്തികളുണ്ട്. അപൂർവം ഒരു ജില്ലയിൽ 3 പേരോ 4 പേരോ കാണത്തുള്ളൂ. അപ്പം അവർക്കൊരു ആത്മീയ ബന്ധം പോലെ വളർന്നു വന്ന് അവർ പറയും മോനെ ഇന്നത് കിട്ടിയിട്ടുണ്ടോ നിനക്ക്, അപ്പൊ എന്റെ ഇതുണ്ടെന്നോ നിനക്ക് മറ്റേത് ഞാൻ തരാം എന്നുള്ള ഒരു ബന്ധം രൂപപ്പെടുന്നുണ്ട്. അതൊരു അസംഘടിതമായ ആൾക്കാരവര് ഒരു ജില്ലയിൽ തന്നെ അവരായിരിക്കും എന്റെ ഇത് കിട്ടി, അവർക്ക് എന്തോ ഒരു സന്തോഷം കിട്ടുന്നല്ല അങ്ങനെ പറഞ്ഞ് എക്സ്ചേഞ്ച് ചെയ്യുന്ന അത് അപൂർവമാണ്. കൂടുതൽ ഇതിനകത്ത് വിൽപ്പനയുള്ള ആൾക്കാരാണ്. അത് നല്ല സാമ്പത്തികം വാങ്ങിച്ചുകൊണ്ട് അവർ തരത്തുള്ള അപൂർവ ചെടികള്. പക്ഷെ അന്നേരം നമ്മൾ നമ്മുടെ അതിന്റെ ഒറിജിനാലിറ്റി കാത്തു സൂക്ഷിക്കാൻ നമ്മളൊരു മുന്നൊരുക്കം, ഒരു ഗൃഹപാഠം ആ വിഷയത്തിൽ ഉണ്ടായിരിക്കണമെന്ന്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്, നമ്മളിപ്പോ ചില മലകളിലോട്ട് ട്രക്കിങ്ങിന് പോവുക, അങ്ങനെ ഒരു സാഹസിക യാത്രകൾ ഇന്ത്യൻ വനനിയമം അനുസരിച്ച് വനത്തിൽ നിന്ന് ഒരു ഇല പോലും പിച്ചാൻ പറ്റത്തില്ല. അല്ല, ഞാൻ അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ നിയമത്തെ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതൊരു റൂൾ ഓഫ് ലോ എന്ന് പറയും. നിയമത്തെ നമ്മള് വിധേയത്വം ജനങ്ങൾ അത് അംഗീകരിക്കുന്ന ആലസ്യത്തോടെ ഒരു ജീവനക്കാരൻ അവന്റെ വകുപ്പിനെ സമീപിച്ചാൽ ജനങ്ങൾ അതിന്റെ ഇപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡ് അവർ കർക്കശമായിട്ട് ഇത് പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മള് പിന്നെ വീടിന്റെ കരം അതുപോലെ പിരിക്കുന്നില്ല. ഇനി നമുക്ക് പൂർണ്ണമായി അറ്റൻഡ് ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും എന്ന് പറയുന്നത് വന നിയമം കാർക്കശ്യത്തോടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന്. അവർക്ക് ഒരുപാട് പരിമിതികളുണ്ടെങ്കിലും വനം വകുപ്പ് ഈ വിഷയത്തിൽ കാർക്കശ്യത്തോടെ നിയമങ്ങൾ പാലിച്ചിട്ട് നമ്മളൊരു ചെറിയ ചെടി പോലും പിച്ചരുത് എന്നുള്ളത് നമ്മൾ ഒരു പൗരബോധം എന്നുള്ള രീതിയിൽ അത് അംഗീകരിക്കുക. ഒപ്പം തന്നെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കർശന ശിക്ഷകൾ ഏറ്റുവാങ്ങും എന്നുള്ളത്. അപ്പം പിന്നെ നമ്മളിപ്പം വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെയൊക്കെ നമ്മൾ ഇത് അറിയിച്ചാൽ ഞാൻ ഇന്ന ആഗ്രഹം പ്രകടിക്കുമ്പോൾ അവരെനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ അർത്ഥത്തില് ഈ ട്രക്കിങ്ങിന് പോയി ചെടി പിടിക്കുന്ന ഒരു പ്രവണത ഒരിക്കലും ശരിയല്ല. കാരണം നമുക്ക് ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ യാത്രയ്ക്ക് മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യം. അവിടെ നശിപ്പിക്കാതെ അവർ ഒരു ഇല പോലും പിച്ചാതെ തിരിച്ചു വരണം. തീർച്ചയായും നമുക്കത് കിട്ടാനുള്ള വേറെ സ്രോതസ്സുകളുണ്ട്. വനംവകുപ്പിന്റെ അനുവാദത്തോടെ നമുക്ക് അത് അവർക്ക് നഴ്സറികളുണ്ട്, ഒരുപാട് നഴ്സറികളുണ്ട്. പിന്നെ KFRA ഉണ്ട് തൃശ്ശൂരില്, വനത്തിന്റെ അവരുടെ ഗവേഷണ കേന്ദ്രമാണ്. വളരെ തുച്ഛമായ, നമ്മളിവിടൊക്കെ 500 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു മുള 20 രൂപയ്ക്കൊക്കെ അവിടെ കിട്ടും. നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത്. വളരെ നമ്മളിപ്പോ നമ്മുടെ സ്ഥാപനങ്ങൾ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെന്നാലും പിന്നെ പല ഗവൺമെന്റ് സംവിധാനത്തിൽ വളരെ തുച്ഛം. പക്ഷെ അത് നമ്മൾ അതിന്റെ ആ സ്രോതസ് നമുക്ക് അറിയാത്തോണ്ട് അവിടെ ചെന്നാൽ 5 രൂപയുടെയൊക്കെ ഔഷധ ചെടികളുണ്ട്. നമുക്ക് അത് വാങ്ങിച്ച് നമ്മൾ നടുവാന്നുള്ളത് 5 രൂപ 10 രൂപ അത് സ്വകാര്യ വ്യക്തികൾ വാങ്ങിച്ചിട്ട് നമുക്ക് തരുമ്പോ അതൊരു വലിയ വിലയും നമ്മുടെ ഗവൺമെന്റ് സംവിധാനം വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്, എനിക്ക് ഈ ചുറ്റുപാടും ഉള്ള ആൾക്കാർ താമസമുണ്ടല്ലോ, അവരുടെ സഹകരണം അവർ പരാതി പറയൂ, എന്താണ് മനോഭാവം? അത് ഞാൻ ഭയപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൗരബോധമുള്ള ഒരുപാട് പേര് വർദ്ധിക്കുന്നുണ്ട്. 2, ഈ ഉണക്ക് സമയത്തൊരു ഇളങ്കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് അവർക്ക്. 2, പാണൽ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. ഈ പാണൽ ചെടി ഉള്ളിടത്ത് വൈറൽ പനി വരത്തില്ല, ക്യാൻസറും വരത്തില്ലെന്നാ വെപ്പ്. ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വലിയ വൈറൽ പനി പിന്നെ പടർന്നു പിടിച്ചപ്പോഴും നല്ല പ്രതിരോധ സംവിധാനം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ മുമ്പേ ഞാൻ സൂചിപ്പിച്ച പോലെ പാമ്പില്ലാത്ത കാടായി എന്റെ മാറിക്കൊണ്ടിരിക്കുക. അണലിവേഗവും ഈ കയ്പനരിച്ചു ഉണ്ടായിട്ട് പാമ്പില്ല എന്നുള്ള ഇതാണ്. പൊതുവെ അവിടെ എന്റെ നാട്ടിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആള് വരുന്നുണ്ട്. പിന്നെ തീർച്ചയായും അവരാ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു.
ഇപ്പൊ എന്റെ ഇലക്ട്രിസിറ്റി ബോർഡുകാർ വന്ന് ചില മരങ്ങളൊക്കെ മുറിച്ചപ്പം എന്നേക്കാൾ സങ്കടം എന്റെ നാട്ടുകാർക്ക്, അയ്യോ ആ മരത്തിന്റെ ഒരു പച്ചപ്പ് പോയല്ലോ, എന്നോടൊപ്പം എന്റെ നാടും എന്റെ ഗ്രാമവും പൗരബോധമുള്ളവരായി മാറുക എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിപ്പോ പറയുമ്പോഴും പ്രശ്നം നമ്മുടെ ഒരു വേലി ഒന്ന് മുറിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു മരം നിന്ന് അപ്പുറത്തോട്ടൊന്ന് ഒരു ചില്ല കിടക്കുമ്പോൾ അയൽക്കാരെന്തൊരു ബഹളം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യത്തിലോട്ട് വന്നത്. ആൾക്കാർ ഇത്രയും സഹകരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതം. തീർച്ചയായും അത് എന്റെ ഒരു ഗ്രാമപ്രദേശമാണ്. എറണാകുളം പട്ടണത്തിൽ തന്നെ ഞാനൊരു വീട് ഇതുപോലെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ വസ്തു വിറ്റായിരുന്നെങ്കിൽ ഫ്ലാറ്റ് ലോബിക്കൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കോടികൾ കിട്ടിയാണ്. അവിടെ ഇതുപോലെ വനം വെച്ചൊരു ഒരാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ നാട്ടുകാർക്ക് അത് അവിടെ വരുമ്പോൾ ഒരു കുളിർമ അനുഭവപ്പെടുമ്പോൾ നാട്ടുകാരത് പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ. ടൂറ് പോയി കാണേണ്ട ഒന്നല്ല വനം. അതുപോലെ നമ്മളിപ്പം പുതിയ പഞ്ചവത്സര പദ്ധതിയിലൊക്കെ അത് വെച്ചിട്ടുണ്ട്. ഓരോ ഗ്രാമത്തിലും ഒരേക്കറെങ്കിലും ഇതിന് മാറ്റി വെച്ചാൽ, അതായത് നമ്മൾ ഈ ചെതറി സ്കാറ്റേഡ് ചെയ്ത് കിടക്കുന്ന വനം ഒരിടത്തേക്ക് വനം മാത്രം പോകാതെ, ഇപ്പൊ എറണാകുളത്ത് മംഗളവനത്തെ കുറിച്ച് നമുക്കറിയാം. ഒരേക്കർ 75 സെന്റേ ഉള്ളു. നമ്മൾ അവിടെ ചെന്ന് നോക്കണം, 176 ഇനം പക്ഷികൾ മാത്രമുണ്ട് അവിടെ. അപ്പൊ ഒരു ചെറിയ സ്ഥലത്തും ഒരു വനം രൂപപ്പെട്ടാൽ, ഈ മംഗളവനം നമുക്കൊരു ഉദാഹരണമാണ്. നമ്മൾ അനുധാവനം ചെയ്യേണ്ട ഒരു സാധനമാണ് മംഗളവനം. അതുപോലെ ഓരോ പട്ടണത്തിലും ഓരോ പഞ്ചായത്തിലും ഒരേക്കർ മാറ്റി വെച്ചാൽ, അല്ലാതെ എല്ലാം അങ്ങ് കാട്ടിപ്പോയി അവിടെ പോയി പിന്നെ അവിടെ ഉള്ളവരായി പറയും ഇത് കർഷകർക്ക് പ്രശ്നമാണെന്ന് പറയും. ഇങ്ങനെ തമ്മിലടിക്കാതെ നമ്മൾ കാട് എന്ന് പറയുന്നത് അത് ഈ കടലോരം മേഖലയ്ക്കും ബാധ്യസ്ഥമാണ് എന്നൊരു തോന്നലിലൂടെ ഒത്തിരി ഒന്നും വേണ്ട, ഒരു പഞ്ചായത്തിൽ 1 ഏക്കർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രദേശം തന്നെ മാറും. കാരണം എന്റെ കുഞ്ഞുനാളിൽ കണ്ട മരം കൊത്തി, പിന്നെന്തുവായിരുന്നു ഈ പൊന്മാൻ, ഇതൊക്കെ ഞാൻ എന്റെ കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അതൊക്കെ തിരിച്ചു വരുവാ. ഇപ്പൊ ഈ മരം കൊത്തി എന്നുള്ള മരം ഈ പക്ഷി നഷ്ടപ്പെട്ടു പോയി. അപ്പോഴത്തേക്ക് എന്താ, നാട്ടിലുള്ള എല്ലാ തെങ്ങിനും ചെല്ലി കയറാൻ തുടങ്ങി. മരം കൊത്തി പണ്ട് ഇതിനെ കുത്തിയെടുക്കുമായിരുന്നു, ഇതിന്റെ പുഴുവിന്. ഇപ്പൊ എന്റെ നാട്ടിൽ ഇപ്പൊ ഈ കുറവാണ്. ഈ കാട് വളർന്നു കഴിഞ്ഞപ്പോ എന്റെ തെങ്ങിന്റെ ഈ ചെല്ലിയിറക്കം കുറഞ്ഞ്. കാര്യം എന്താ, ഈ മരം കൊത്തി തിരിച്ചു വന്നു. അതായത് അപ്പൊ ഒരു ഗ്രാമത്തിൽ 1 ഏക്കർ വെച്ച് മാറ്റണം എന്നുള്ള ഒരു സങ്കല്പമാണ്. അങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചോ? പഞ്ചവത്സര പദ്ധതിയുടെ മാർഗരേഖയിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇപ്പൊ നമ്മൾ പച്ചത്തുരുത്ത് എന്നൊക്കെ, പച്ചത്തുരുത്ത് എന്ന് വെച്ചാൽ 1 സെന്റ് ഒക്കെ ഉള്ളു, അത് 1 ഏക്കറിലേക്ക്. നമ്മള് കേന്ദ്ര ഗവൺമെന്റ് അമൃത് പദ്ധതിക്കകത്ത് ഇതുപോലെ ടൗണിനകത്ത് ഇതുപോലെ വലിയ വെച്ചിട്ട് 4 ചുറ്റും നടക്കാനും പാർക്കിംഗ് ഏരിയ ഒക്കെ കാഴ്ചപ്പെടുന്നുണ്ട്. നമ്മുടെ കേരളത്തിന്റെ സ്റ്റേറ്റ് പ്ലാനിങ്ങിലും അത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ആരോഗ്യവകുപ്പ് ഈ ആയുർവേദ സ്ഥാപനങ്ങളിലൊക്കെ പച്ചത്തുരുത്തെന്നും പറഞ്ഞ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മള് കാണുമ്പോൾ വിഷമം തോന്നും. ചെറുതാ പച്ചത്തുരുത്ത്, ഒരു റൂമിന്റെ വലിപ്പേ ഉള്ളു. അത് വികസിക്കണം, 1 ഏക്കറിലേക്കൊക്കെ വളരണം എന്നുള്ളൊരാഗ്രഹം. ഈ കുടുംബത്തിന്റെ ഒരു സഹായം എങ്ങനെയാണ് ഇതിനകത്തൊക്കെ? പറഞ്ഞല്ലോ, അത് എന്റെ മക്കള് 3 പേരെ, വൈഫ്, ഇവര് 3 പേര് ഇതിനകത്ത് ക്രൈസാണ്. അവരാണ് ഞാനില്ലാത്തപ്പോഴും ഈ ഉണക്ക് സമയത്ത് പുതിയ ചെടികൾക്ക്, പഴയ ചെടികൾക്ക് വേണ്ട, 1 വർഷത്തേക്ക് അവന് വെള്ളം കൊടുക്കണം. തീർച്ചയായും അവരുടെ സഹായമുണ്ട്. പിന്നെ അവരെല്ലാം എന്റെ മക്കളൊക്കെ ഇതിന് ഓരോന്നിനും ഓരോ പേരിട്ടിട്ടുണ്ട്. ആ മക്കളൊക്കെ അവരുമായിട്ട് സംസാരിക്കും. എന്നുവെച്ചാൽ മിണ്ടുമെന്നുള്ളല്ലോ. ഇപ്പൊ നമ്മള് തത്തയും ഈ പെറ്റ് പക്ഷികളെയൊക്കെ വളർത്തുന്ന പോലെ അവൻ വളർന്ന് അവന് പൂ പിടിച്ചു എന്നൊരു ഭാഷ തന്നെ എന്റെ കുടുംബത്തിൽ രൂപപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. ഈ ഇത് പറയുമ്പോൾ ജലസേചനം ഒരു ആവശ്യമാണല്ലോ. അപ്പൊ അതിനകത്തൊരു കുളമുണ്ട് അല്ലേ? അതിനെ കുറിച്ച് ഞാൻ വായിച്ചു. അപ്പൊ അതിനെ കുറിച്ച് സാറൊന്ന് പറയാം, കുളത്ത് വിശേഷങ്ങള്. എനിക്കൊരു 15 സെന്റ് കുളമാണ്. ഈ കുളത്തിന്റെ പ്രത്യേകത, ഈ സാധാരണ നമ്മുടെ റോഡിൽ കൂടെ ഒഴുകുന്ന വെള്ളം ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞില്ലേ ഇവിടെ, ഞാനിങ്ങനെ പൈപ്പ് വെച്ചിട്ടുണ്ട്. ഈ ഓരോ ചെറിയ ഒരു മഴ വരുമ്പം എന്റെ മനസ്സ് റോഡിലാണ്. വെള്ളം വേറെ ഒട്ടും വിടരുത്, ആർത്തിയോടെ അതെന്റെ കുളത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം. അതുകൊണ്ട് എന്തുവാ, ഉണക്ക് സമയത്തും ആ കുളം പറ്റാറില്ല. അത് ആ ഭൂമിയുടെ ഉള്ളറി കൺഫൈൻഡ് വാട്ടർ എന്ന് പറയും, ഭൂഗർഭജലം. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നമുക്ക്. കാര്യം എന്താ, നമ്മൾ ഈ പ്ലാസ്റ്റിക്കും പിന്നെ ഒക്കെ ഈ കൂടുതൽ കെട്ടിടങ്ങൾ മർദ്ദിച്ചു പെട്ടെന്ന് ടൈൽസ് ഇട്ട് ഇന്റർലോക്ക് എന്ന് പറയും, അതൊക്കെ അങ്ങോട്ട് ഇട്ടപ്പോഴത്തെ ഈ വെള്ളം, ഒരു മഴ അങ്ങോട്ട് പെയ്ത ഓട്ടനെ 2 മണിക്കൂറിനകം കടലിൽ ചെല്ലും. ഭൂഗർഭജലത്തിലോട്ട് ഇത് ഊറി ഇറങ്ങുന്ന കൺഫൈൻഡ് വാട്ടർ എന്ന് പറയും. ഭൂമി ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ വാട്ടർ നിലനിൽക്കണമെങ്കിൽ വയലോലകളും കുളവും ഒക്കെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ആ രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിൽ വളരെ വിജയമായിരുന്നു എനിക്ക്.
അത് വിജയിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് മക്കളുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞ പേരും ഒക്കെ ഒന്ന് സൂചിപ്പിച്ചു. എൻ്റെ ആദ്യത്തെ മൂന്ന് പേരും പെൺകുട്ടികളാണ്. ഏറ്റവും മൂത്താള് മീന, രണ്ടാമത്തത് മാര്യ. രണ്ടുപേരും ലോ കോളേജ് വിദ്യാർത്ഥികളാണ്. ഒരാൾ എറണാകുളത്തും ഒരാൾ തിരുവനന്തപുരത്തും പഠിക്കുന്നു. മൂന്നാമത്തെ ആള് +2 പഠിക്കുന്നു. എൻ്റെ പിതാവ് പിന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ മാസത്തിലാണ് മരിക്കുന്നത്. പിന്നെ ഇത്തരം പേരാണ് എൻ്റെ കുടുംബത്തിൽ. വൈഫിന് ഹൗസ് വൈഫാ, ജോലിയില്ല. അപ്പോൾ ഇതാണ് സാറിന്റെ വിശേഷം. അപ്പം നമുക്ക് വനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പറയാനുണ്ട്. അപ്പൊ ഞാൻ സാറിന്റെ ഉദ്യോഗത്തെ കുറിച്ചും സാറിന്റെ ഇടപെടുന്ന മേഖലയെ കുറിച്ചൊന്നും ഞാൻ സംസാരിച്ചില്ല. പക്ഷെ അതിനോട് വേറൊരു അവസരത്തിലാവാം. അപ്പോൾ നമുക്ക് വനം അല്ലെ, വനത്തിന്റെ മഹാത്മ്യം, ഇത്തരം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവര് എനിക്ക് തോന്നുന്നത് സാർ ഈ റിയൽ എസ്റ്റേറ്റുകാരുടെ അല്ലേ, എനിക്ക് തോന്നുന്നത് ഒരു 2 ഏക്കർ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റുകാർക്കൊക്കെ വലിയ താല്പര്യമായിരിക്കും. അത്രയും ഭൂമിയൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഒരുമിച്ച് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പൊ അതൊക്കെ തിരസ്കരിച്ച്, ആ പ്രലോഭനങ്ങളൊക്കെ തിരസ്കരിച്ച് അല്ലേ, ആ വനത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ വിശേഷമൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി കാണും. അത്തരത്തിൽ നമ്മുടെ അപൂർവം കുറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പച്ചപ്പ് ഇന്നും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മനസ്സുള്ളവർക്കൊക്കെ ഇതൊരു പ്രചോദനമാകട്ടെ, ഈ ഒരു വിജയ കഥ പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റേഡിയോ വൻസിയുടെ പേരിൽ നന്ദി, നമസ്കാരം. അപ്പം ഈ ശ്രോതാക്കൾക്ക് എൻ്റെയും എല്ലാവിധം നമുക്ക് ശേഷം ഒത്തിരി തലമുറകൾക്ക് ഈ പ്രകൃതി മാറ്റിവെക്കണം. അതിന് പ്രചോദനമാകാൻ നമ്മുടെ ഈ പരിപാടി വിജയിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.